ഹായ് ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ഒരു കിടിലനായിട്ടുള്ള ഒരു ചിക്കൻ തോരനാണ്. എങ്ങനെ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൻ നമ്മുടെ അടുപ്പിലേക്ക് വയ്ക്കുക. അതിനുശേഷവും വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും ചേർത്ത് നന്നായി സാളിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള നന്നായി ബ്രൗണിഷ് ഷെയ്ഡാകാൻ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് ബ്രൗണിഷ് ഷെയ്ഡാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നന്നായി ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. എല്ലായിടത്തും നമ്മുടെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. നമ്മുടെ സവാള ബ്രൗണിഷ് ആവുന്നതിന് തൊട്ട് മുന്നേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രൗണിഷ് കളറാകാൻ കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ കുക്കറിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ലേശം ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. ഒരു പിസിലോ മതി, നമുക്ക് അത് തന്നെ ധാരാളം. ഇത് കുറച്ചേ ഉള്ളൂ. കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് 2-3 പിസിൽ വെച്ച് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ പാത്രം ഇളക്കി കൊടുക്കുക. നമ്മൾ മൂടി വെച്ച പാത്രം ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക. ഈ സമയം കൊണ്ട് നമ്മുടെ പാത്രത്തിലെ സവാളയ്ക്ക് ലേശം മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരണം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. ഈ സമയം കൊണ്ട് നമ്മുടെ വേവിച്ച് വെച്ച ചിക്കൻ നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ ചിലപ്പോൾ വെള്ളവും കാണും. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വെച്ചിരിക്കുക. എന്നിട്ട് നമ്മുടെ പാൻ്റെ അടപ്പ് മാറ്റുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ ചിരുകിയതും ലേശം മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ അരപ്പ് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം. നമുക്ക് മൂടി വെച്ച പാൻ 2 മിനിറ്റ് നന്നായി കുക്ക് ചെയ്തതിന് ശേഷം എടുക്കുക. എന്നിട്ട് നമ്മുടെ അരപ്പും ചിക്കനും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ലാർജ് ആയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് എടുക്കാം. ഈ സമയം കുരുമുളക് പൊടിയും ലേശം മുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റും കൂടെ നമ്മുടെ ചിക്കൻ തോരൻ നന്നായി വേവിക്കുക. 5 മിനിറ്റ് വേവിച്ച് ചെയ്ത ചിക്കൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് കിട്ടാൻ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.